വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ കരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കളിയാക്കുന്ന ആ ഒരു ചെന്നൈ പാസം മാറ്റി പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കരം. ഈ സിനിമ നടക്കുന്നത് ജോർജിയ അല്ലെങ്കിൽ ലൊക്കാർനോ ഈ സ്ഥലങ്ങളിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അഭിനയിക്കുന്നത്. നമ്മുടെ നോബൽ ബാബു താരം, ഷാജോൺ, അങ്ങനെ പല ആൾക്കാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക്. എന്റർടൈനർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ മൂഡാണ്, പക്ഷെ നമുക്ക് ഫെമിലർ ആയിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് ദെൻ ഇറ്റ് ഹാസ് ഷെയ്ഡ്സ് ഓഫ് തിര. അതായത് തിരയിൽ പറയുന്ന ഒരു വിഷയം ഇതിലും പറയുന്നുണ്ട്. പറയുന്നില്ല ഇപ്പൊ ഞാൻ, സ്പോയിലർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ പല പല പരിപാടികളുമൊക്കെ ആയിട്ട് ഒരു രസകരം എന്നല്ല, ഒരു എന്റർടൈനിങ് എന്നുള്ളതിനേക്കാളും ത്രില്ലർ ജോണറിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു വാച്ചായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും വിനീത് ശ്രീനിവാസൻ വളരെ ചെന്നൈ പാസൊക്കെ എടുത്ത് മാറ്റി എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ കരം. അപ്പം എന്തായാലും നല്ലൊരു വാച്ച് തന്നെയാണ് ബേസിക്കലി. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ടെക്നിക്കൽ ആസ്പെക്ട്സ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോമോൻ ടി ജോൺ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് സിനിമാറ്റോഗ്രാഫിയും അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഷോട്ട് എടുത്തിരിക്കുന്ന വിധം, ഒരു ഷോട്ടിന് വേണ്ടി ആ ഷോട്ട് എടുക്കുകയല്ല, പുറം രാജ്യങ്ങളിൽ നിന്ന് ചെയ്ത സിനിമകൾ നമ്മൾ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര വലിയൊരു ലൊക്കേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണും. പക്ഷെ ഇതിൽ ആ ഒരു സീക്വൻസിന് പറ്റുന്ന ലൊക്കേഷൻസ്, ആ ഒരു പരിപാടി, പാട്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി നന്നായിട്ട് വർക്കായിട്ട് ഷാൻ റഹ്മാന്റെ മ്യൂസിക്കാണ് പുള്ളി. എന്തായാലും ഇതിനു മുമ്പ് നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിലും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പല പല സീൻസിനും കുറച്ച് സ്ലോ ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ട്, എന്നാലും അത് സീൻസിന് നന്നായിട്ടുണ്ട്. ഓവറോൾ ഒരു എന്താ പറയുക, ഡീസൻ്റ് ആയിട്ടുള്ളൊരു എന്റർടൈനർ എന്നതിനേക്കാളും ഡീസൻ്റ് ആയിട്ടുള്ള ത്രില്ലർ എന്ന് പറയുന്നതായിരിക്കും ഉത്തമം.